72 ദിവസം മൺതിട്ടയിൽ ഉറച്ചുപോയ മരക്കൂട്ടങ്ങളുടെയും അല്ലെങ്കിൽ വലിയ പാറക്കെട്ടുകളുടെയും ഒക്കെ ഇടയിൽ കുടുങ്ങിപ്പോയ ആ ലോറി ഇന്ന് 3 മണിയോടെയാണ് കരയിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം തുടങ്ങിയത്. അങ്ങനെ കേരളം ചോദിച്ചുകൊണ്ടേയിരുന്ന ചോദ്യത്തിന് 3 മണിയോടെ ഒരു ഉത്തരം കിട്ടി. അർജുൻ ആ ക്യാബിനിലുണ്ട്, അർജുൻ്റെ മൃതദേഹം ആ ക്യാബിനിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് എല്ലാം വളരെ വേഗത്തിലായിരുന്നു. കരയിലേക്ക് ആ ലോറി ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ എത്തിച്ചിട്ടുണ്ട്. മൃതദേഹം നേരത്തെ തന്നെ ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുകൊണ്ട് അവിടെ തുടരുകയാണ്. അത് ശാസ്ത്രീയ പരിശോധനകളടക്കം ഇനി ബാക്കിയുണ്ട്. അപ്പോൾ അത്തരം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി അർജുനെയും ജന്മനാട്ടിലേക്ക് കൊണ്ടുവരാൻ അതിന് വേഗം കൂട്ടുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് MLAയും SP-യും അറിയിച്ചിട്ടുണ്ട്. കളക്ടർ ഒരു പക്ഷേ അവിടേക്ക് എത്തും എന്ന് തോന്നുന്നു. കളക്ടർ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. മൃതദേഹം അതിൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക, അങ്കോളയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അടുത്ത ദൗത്യം. അതിന് വേണ്ടുന്ന ഒരു ആംബുലൻസ് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ലോറിയുടെ ക്യാബിൻ ഉൾപ്പെടുന്ന ഭാഗം അത് ജലോപരിതലത്തിലേക്ക് ഉയർത്തി അതിനുശേഷം കരയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഡ്രഡ്ജറിൽ ഘടിപ്പിച്ച ആ യന്ത്രക്കൈയിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗം. കരയിൽ നിന്ന് മറ്റൊരു യന്ത്രക്കൈ കൂടി, ഒരു ക്രെയിൻ കൂടി അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഉയർത്തി അത് കൊണ്ടുവരിക, കരയിലേക്ക് മാറ്റുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ലോറി അത് കരയിലേക്ക് കൊണ്ടുവരുന്നോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് അർജുൻ്റെ ഭൗതിക ശരീരം എപ്പോൾ ജന്മനാട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് വലിയ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് രാത്രി വൈകിയോ അല്ലെങ്കിൽ നാളെയോ, അതിനപ്പുറം പോകില്ല എന്നാണ് കളക്ടറും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും MLAയും ഒക്കെ അറിയിക്കുന്നത്. അതിന് വേണ്ടുന്ന തരത്തിൽ ഈ നിയമ നടപടികൾ, തുടർ നടപടികൾ വേഗത്തിലാക്കും എന്നാണ് അറിയിക്കുന്നത്. 72 ദിവസമായി ഒരു ചോദ്യം നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അർജുൻ എവിടെ എന്നത്. ആ ചോദ്യത്തിനാണ് ഈ വൈകുന്നേരം ഉത്തരം ലഭിക്കുന്നത്. നാട് കാത്തിരിക്കുന്നുണ്ട് അവസാന യാത്രാമൊഴി നൽകാൻ അവരുടെ പ്രിയപ്പെട്ടവന്. അപ്പോൾ അവരുടെ ആ നിമിഷങ്ങൾ, അന്ത്യവിശ്രമം നൽകുന്ന ആ നിമിഷങ്ങൾ, അതിനുവേണ്ടി ജന്മനാട് കാത്തിരിക്കുന്നു. അവരുടെ അരികിലേക്ക് അർജുനെ എത്തിക്കുക എന്നതാണ് ഇനിയുള്ള നമ്മളുടെ അല്ലെങ്കിൽ അധികൃതരുടെ ജോലി. അതിന് വേണ്ടുന്ന തരത്തിൽ ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. DNA പരിശോധന വേണ്ടിവരും എന്നാണ് ഇതുവരെ സംസാരിച്ച SP-യും MLAയും അറിയിച്ചത്. കാരണം 72 ദിവസമാകുന്നു. നേരിട്ട് ഒറ്റനോട്ടത്തിൽ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കാൻ കഴിയാത്ത തരത്തിൽ പഴക്കം ചെന്ന ഒരു ശരീരഭാഗമാണ്. അതുകൊണ്ട് അതിനി DNA പരിശോധനയിലൂടെ മാത്രമേ ഉറപ്പിക്കാൻ കഴിയൂ. നിയമപരമായി പൂർത്തിയാക്കേണ്ടുന്ന ഒരു നടപടിയാണ്. അത് ഒഴിവാക്കാൻ കഴിയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതിൽ ഇളവ് നൽകാൻ കഴിയുമോ എന്ന് തീരുമാനിക്കേണ്ടത് റവന്യൂ അതോറിറ്റീസാണ്. കളക്ടർക്ക് ഒരു പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല, അത് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ അത് വേഗത്തിലാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ബാക്കിയുള്ള ചോദ്യം. നേരത്തെ തന്നെ ബന്ധുക്കളുടെ, കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ അവിടെ ശേഖരിച്ചിരുന്നു. അതുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നത് ഒരു പക്ഷേ ബംഗളൂരുവിലെ പരിശോധനയിൽ മാത്രമേ, ഫോറൻസിക് സയൻസ് ലാബ് FSL ബംഗളൂരു, അവിടുത്തെ പരിശോധനയിൽ മാത്രമായിരിക്കും അത് സ്ഥിരീകരിക്കാൻ കഴിയുക. അതിന് ദിവസമെടുക്കും. പക്ഷേ അത്രയും ദിവസം അവിടെ അർജുൻ്റെ ഭൗതിക ശരീരം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളത് നാട്ടിലേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇന്ന് വൈകിട്ട് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള സാങ്കേതികമായി വേഗത്തിൽ തീർക്കാവുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അത് നാളെ രാവിലെ കോഴിക്കോട്ടേക്ക്, കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജുൻ്റെ സഹോദരി, ഭർത്താവും മറ്റൊരു ബന്ധുവും അവിടെയുണ്ട്. അത് ആശുപത്രിയിലേക്ക് മാറ്റാൻ കൊണ്ടുപോകുക. കരയിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അങ്കോളയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് അത് നീക്കുന്നത്. വേഗത്തിൽ അത്തരം ജോലികൾ നടക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് ആംബുലൻസ് ഉടൻ യാത്ര തുടങ്ങും. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യം ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റുന്ന ദൃശ്യങ്ങളായിരുന്നു. കോണ്ടാക്ട് പോയിന്റ് 2-ൽ നടത്തിയ തെരച്ചിലാണ് ഈ മണിക്കൂറിൽ, ഈ ദിവസത്തിൽ നിർണായകം. അത് ആ ദൃശ്യങ്ങൾ കാണാം. ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് ആംബുലൻസ് കുറേ അധികം സമയമായി അവിടെ നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ട് മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കാൻ വൈകുന്നു എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. അതിന് കാരണം അതിൻ്റെ പ്രൊസീജിയറാണ്. ജില്ലാ ഭരണകൂടത്തിലെ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് അതിനുവേണ്ടി എത്തണം എന്നുള്ളതുണ്ടായിരുന്നു. അല്പസമയം മുൻപാണ്